നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്സഡ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇതുവരെ നമ്മൾ 500 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇങ്ങനെ മിക്സഡ് CA ആയിട്ട് പഠിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. 501ാമത്തെ ചോദ്യം, വാധാവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്ര. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ ആര്? ഉത്തരം രവിചന്ദ്രൻ അശ്വിൻ. 17ാം ലോക്സഭയിലെ സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിലെ MP ആര്? ഉത്തരം NK പ്രേമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം കൊട്ടാരക്കര. ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2024 ഫെബ്രുവരി 17. ഇതിൻ്റെ കാലാവധി 10 വർഷമാണ്. മിഷൻ ഡയറക്ടർ ടോമി ജോസഫാണ്. GSLVയുടെ എത്രാമത് ദൗത്യമാണിതെന്ന് ചോദിച്ചാൽ ഉത്തരം 16ആണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഗുൽസാർ എന്ന ഉറുദു കവിയും രാം ഭദ്രാചാര്യ എന്ന സംസ്കൃത പണ്ഡിതനുമാണ്. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഇന്ത്യ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് തിരിച്ചിറക്കിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കാർട്ടോസാറ്റ് 2. ഈയിടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കണ്ടെത്തിയ കോണോബ്രഹ്മ MBG എന്ത് ജീവിയാണ്? ഉത്തരം കടന്നൽ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ആസ്ഥാന മന്ദിരത്തിന് ആരുടെ പേരാണ് നൽകിയത്? ഉത്തരം BR അംബേദ്കർ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ളത് വയനാട്ടിലാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? ഉത്തരം കൊടുമൺ പത്തനംതിട്ട. ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം. ആദ്യ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. 2024 ഫെബ്രുവരിയിൽ പൊന്മുടിയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയനം തുമ്പിയുടെ പേരാണ് പാറമുത്തൻ മുളവാലൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ 6 നേടിയ താരം ആര്? ഉത്തരം യശസ്വി ജയ്സ്വാൾ ഇന്ത്യൻ താരമാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജഡ്ജിയാകുന്ന ആദ്യ വനിതയാര്? ഉത്തരം ശ്രീപതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ജമ്മു കാശ്മീർ. 12.77 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ചെറുവായ്പാ സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് PM സ്വനിധി. 2024 ബാഫ്ത പുരസ്കാരങ്ങളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയാണ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച സിനിമ ഓപ്പൺഹൈമർ. മികച്ച നടി എമ്മ സ്റ്റോണിനെ മികച്ച നടിയാക്കിയ സിനിമയുടെ പേര് പുവർ തിങ്സ്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ 2024 ബാഫ്തയിൽ നേടിയത് ഓപ്പൺഹൈമറാണ്. 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. കിലിയൻ മർഫി ഓപ്പൺഹൈമറിലെ ആക്ടറായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺഹൈമർ സംവിധാനം ചെയ്തത്. 2024 ബാഫ്തയിൽ പങ്കെടുത്ത ബോളിവുഡ് നടിയാണ് ദീപിക പദുക്കോൺ. സ്കൂളുകളിൽ കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വാട്ടർ ബെൽ. ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിനായി വ്യത്യസ്ത മേഖലകളിലുള്ള ജനവിഭാഗങ്ങളുമായി സംവദിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ പേരാണ് മുഖാമുഖം. 71ാം മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് മുംബൈയാണ്. 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായത്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഷിനിഷി എന്ന ഹിമപ്പുലിയാണ്. ഡ്രസാഷ് ഇനത്തിൽ ഒളിമ്പിക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യക്കാരനാര്? ഉത്തരം അനൂഷ് അഗർവാല. 2024 ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാറുഖ് ഖാൻ. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സുതാര്യ. 2024 റിയോ ഡി ജനീറോയിൽ നടന്ന G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ആര്? ഉത്തരം V മുരളീധരൻ. 2023-24 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി എവിടെയാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഈയിടെ അന്തരിച്ച അന്ത്രോയിസ് ബ്രഹ്മെ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമായിരുന്നു? ഉത്തരം ജർമ്മനി.
ലളിതമായ വാക്കുകൾ നിർദ്ദേശമായി നൽകി 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഓപ്പൺ AI-യുടെ പുതിയ വിദ്യയുടെ പേരാണ് സോറ. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ് ബി പാസാക്കിയ രാജ്യമേത്? ഉത്തരം അമേരിക്ക. ചാറ്റ് GPT-ക്ക് സമാനമായി ഭാരത് GPT വികസിപ്പിച്ച AI സാങ്കേതികവിദ്യാ സേവനമാണ് ഹനുമാൻ. 2024 സംസ്ഥാന റവന്യൂ വകുപ്പ് പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറോമിക് ജോർജ്, തിരുവനന്തപുരം. മികച്ച കളക്ടറേറ്റ് തിരുവനന്തപുരം. ഈയിടെ അന്തരിച്ച ഇന്ത്യയിലെ മുതിർന്ന അഭിഭാഷകനാണ് ഫാലിസാം നരിമാൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആയി നിയമിതനായത് ജോട്ടി M. ചാക്കോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ നിയോജകമണ്ഡലമായത് തളിപ്പറമ്പ്. പെൺകുട്ടികളിൽ സ്വയം സുരക്ഷയും ആത്മവിശ്വാസവും വളർത്താൻ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ധീര. പഠനം മുടങ്ങിയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടത്തുന്ന പദ്ധതിയുടെ പേരാണ് ഹോപ്പ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. അമേരിക്കയാണിത് വിക്ഷേപിച്ചത്. കാൻ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മികച്ച ഛായാഗ്രാഹകർക്ക് നൽകുന്ന പിയർ അഞ്ചിനോക്സ് ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് 2024 അർഹനായ ഇന്ത്യക്കാരനാണ് സന്തോഷ് ശിവൻ. BBC-യുടെ ചെയർമാനായി നിയമിതനായ ഇന്ത്യൻ വംശജനാര്? ഉത്തരം സമീർ ഷാ. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമമായി മാറിയത് നന്ദിയോടാണ്. ഇത് തിരുവനന്തപുരത്താണ്. 38ാമത് മൂലൂർ സ്മാരക പുരസ്കാരം നേടിയതാര്? ഉത്തരം K. രാജഗോപാൽ. കൃതി പതികാലം. ഈയിടെ അന്തരിച്ച വാഴേങ്കട വിജയൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥകളി. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് മിഠായി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം അഥവാ തൂക്കുപാലമായ സുദർശൻ സേതു സ്ഥാപിതമായതെവിടെ? ഉത്തരം ഗുജറാത്ത്. രാജ്യത്തെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നതെവിടെ? ഉത്തരം കുലശേഖരപട്ടണം, തമിഴ്നാട്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം 5+3+3+4 അനുസരിച്ച് 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടാൻ വേണ്ട കുറഞ്ഞ പ്രായം 6 വയസ്സ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരള ഘടകം സ്ഥാപിതമായത് എവിടെ? ഉത്തരം ആലപ്പുഴ. ധർമ്മ ഗാർഡിയൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? ഉത്തരം ജപ്പാൻ. ജിമെയിലിന് ബദലായി ഇലോൺ മസ്ക് ആരംഭിക്കുന്ന മെയിൽ സംവിധാനമാണ് എക്സ് മെയിൽ. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ രാജ്യത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലയാണ് വയനാട്. ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയിൽ പങ്കെടുക്കുന്ന വൈമാനികരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഇദ്ദേഹം മലയാളിയാണ്. അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻശു ശുക്ല. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിതമായത് എവിടെ? ഉത്തരം ഉജ്ജയിൻ, മധ്യപ്രദേശ്. ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്നിപ്പർ? ഉത്തരം ജപ്പാൻ. ജാക്സ, നാസ എന്നീ ബഹിരാകാശ ഏജൻസികൾ നിർമ്മിക്കുന്ന തടി കൊണ്ടുണ്ടാക്കിയ ലോകത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റിൻ്റെ പേരാണ് ലിഗ്നോസാറ്റ്. വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ജാൻ നിക്കോളാണ്. ഇദ്ദേഹം നമീബിയക്കാരനാണ്. സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് നിലവിൽ വന്നതെവിടെ? ഉത്തരം RCC, തിരുവനന്തപുരം. 2024 ജനുവരി 16 100ാം വാർഷികം ആഘോഷിക്കുന്ന മലയാള കവി ആരാണ്? 100ാം ചരമവാർഷികം ആഘോഷിക്കുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ഏതാണ്? ഉത്തരം പെഞ്ച്, മധ്യപ്രദേശ്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? ഉത്തരം കതിരവൻ. 2024 76ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് ലക്നൗ ആണ്. ജമ്മു കാശ്മീരിൽ നിന്നും ഭീകരവാദം പൂർണ്ണമായി തുടച്ചു നീക്കാൻ ഇന്ത്യൻ ആർമി നടത്തുന്ന ദൗത്യമാണ് ഓപ്പറേഷൻ സർവശക്തി. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് കമ്പാലയാണ്. കമ്പാല ഉഗാണ്ടയിലാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പനിയായത് കാരണം ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.